നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെബിഷെവ്സ് ഇനീക്വാളിറ്റി എന്താണെന്ന് പഠിച്ചു. ഓക്കെ, ഇതിൻ്റെ പ്രോബ്ലംസ് ആണ് പഠിക്കാൻ പോണത്. അതിൽ നിങ്ങളോട് ലോവർ ബൗണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ക്വസ്റ്റിനിൽ ലോവർ ബൗണ്ട് ലീസ്റ്റ് വാല്യൂ എന്നൊക്കെ ചോദിക്കുക, നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. ഓക്കെ, ലോവർ ബൗണ്ട് കാണേണ്ട ഇക്വേഷൻ ഇതാണ്. അപ്പർ ബൗണ്ടും അല്ലെങ്കിൽ മാക്സിമം വാല്യൂ, അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ മാക്സിമം വാല്യൂ കാണേണ്ട ഇക്വേഷൻ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യന് ഇത് വെച്ചിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏത് വെച്ചിട്ടുള്ളത്? ചെബിഷെവ്സ് ഇനീക്വാളിറ്റി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലീസ്റ്റ് വാല്യൂ ഓഫ് പ്രോബബിലിറ്റി P of 1 less than or equal to x less than or equal to 7, where x is a random variable with expectation of x is equal to 4 and variance of x is equal to 4. ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും വേരിയൻസ് ഓഫ് എക്സും കണ്ടിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷൻ എന്താ കണ്ടുപിടിക്കേണ്ടത്? ലീസ്റ്റ് വാല്യൂ. ലീസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോവർ ബൗണ്ട് ആണ്. അപ്പം ഞാൻ പറഞ്ഞു ലോവർ ബൗണ്ട് ലീസ്റ്റ് വാല്യൂ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഈ ഇക്വേഷനാണ്. ഓക്കെ, നമ്മൾ തന്നിട്ടുള്ളത് എഴുതി, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് എഴുതി, വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 എന്നും എഴുതി. ഇനി ലോവർ ബൗണ്ട് ഇസ് ഈക്വൽ ടു നമ്മൾ ആ ഇക്വേഷൻ എഴുതി വെച്ചു അല്ലേ. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഇക്വേഷനും, അതായത് ഇതും വെച്ച് കമ്പയർ ചെയ്തിട്ട് ടീൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ടീൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് ഇതാണ് ലോവർ ബൗണ്ട്, ഈ വരുന്ന ഈ ഒരു ഭാഗമാണ് ലോവർ ബൗണ്ട്, ഇതാണ് ലോവർ ബൗണ്ട്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നിട്ടുള്ളതൊക്കെ എഴുതി. മ്യൂസ് ഈക്വൽ ടു 4, സിഗ്മാസ് ഈക്വൽ ടു √4 ഈക്വൽ ടു 2. അതറിയാലോ. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ എന്താണ്? സിഗ്മ സ്ക്വയർ ആണ് അല്ലേ. സിഗ്മ സ്ക്വയർ 4 ആണ്. അപ്പോൾ സിഗ്മ കാണാൻ എന്ത് ചെയ്യണം? √4 ഈക്വൽ ടു 2. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ സിഗ്മ ഈക്വൽ √4 ഈക്വൽ ടു 2. അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് 3 എഴുതാം. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇക്വേഷൻ എടുക്കാം കേട്ടോ. 1 ലെസ് താൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു 7 എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കട്ടോ, നമുക്കിവിടെ എന്താണ്? എക്സ് മൈനസ് മ്യൂ എന്നുള്ള രൂപത്തിലാണ് വരേണ്ടത് അല്ലേ. ഇവിടെ എക്സ് ആണ് വന്നിട്ടുള്ളത്, അതിന് എക്സ് മൈനസ് മ്യൂ ആക്കി മാറ്റണം. അപ്പോൾ ഇവിടെ മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂ എന്താണ്? 4 ആണ്. എന്താ മ്യൂ 4 പറയാൻ കാരണം? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നതും മ്യൂ എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. നമ്മൾ പഠിച്ചു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു മ്യൂ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് മ്യൂസ് ഈക്വൽ ടു എന്ന് തന്നിട്ടുണ്ട്. സോറി, മ്യൂസ് ഈക്വൽ ടു 4 എന്ന് തന്നിട്ടുണ്ട്. മ്യൂ എന്താണ്? 4 ആണ്. അപ്പോൾ 1 ലെസ് താൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു 7 അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഈ ഇക്വേഷൻ എവിടെ നിന്നാണ് കിട്ടിയത്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ ഇവിടെ എക്സിന് എക്സ് മൈനസ് മ്യൂ എന്നാക്കാൻ പോവുകയാണ്. മ്യൂ എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ എക്സ് മൈനസ് 4, ഇവിടെ എക്സ് മൈനസ് 4 കൊടുക്കുമ്പോൾ ഇവിടെ എക്സ് മൈനസ് 4 കൊടുക്കണം, ഇവിടെ എക്സ് മൈനസ് 4 കൊടുക്കണം. അപ്പോൾ രണ്ട് ഭാഗത്തും എന്ത് ചെയ്തു? എക്സ് മൈനസ് 4 കൊടുത്തു. 3 എണ്ണത്തിൽ എക്സ് മൈനസ് 4 കൊടുത്തു. അപ്പോൾ 1 മൈനസ് 4 എന്താ? -3. എക്സ് മൈനസ് 4 അതേപോലെ എഴുതി. 7 മൈനസ് 4 3 എന്ന് എഴുതി. ഇനി നോക്ക്, നമുക്ക് എന്താ കിട്ടുന്നത്? P ഓഫ് -3 ലെസ് താൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു 2. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. P ഓഫ് -2 ലെസ് താൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു. ഇങ്ങനെ വന്നാൽ നമ്മൾ അതിന് എഴുതുക P ഓഫ് മോഡ് എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതുക. മനസ്സിലായോ? -2 ലെസ് താൻ ഓർ ഈക്വൽ എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഇങ്ങനെ എഴുതും. ഇപ്പോൾ ഇങ്ങനെ ഉണ്ട്, P ഓഫ് -2 ലെസ് താൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു വന്നാൽ നമ്മളതിനെ P ഓഫ് മോഡ് എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതും. മോഡ് എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതും. അപ്പോൾ P ഓഫ് -3 ലെസ് താൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് 4 ലെസ് താൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ ഇതിൻ്റെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഞാൻ ഈ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എക്സ് ആണ്, ഇവിടെ എന്താണ്? എക്സ് മൈനസ് 4 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് മൈനസ് 4 വരും. അത്രയേ ഉള്ളൂ. നമ്മൾ എന്താക്കി മാറ്റി എഴുതി? P ഓഫ് മോഡ് എക്സ് മൈനസ് 4 ലെസ് താൻ ഓർ ഈക്വൽ ടു 3 എന്ന് എഴുതി. സംശയമില്ലല്ലോ. രണ്ടും വെച്ച് കമ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഓരോ സ്ഥാനത്തും എന്താണെന്ന് വെച്ചുള്ളത്. അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് 3 എഴുതുക. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ഇത്രയും കിട്ടി. ഇനി നമ്മൾ ഇതും ഈ ഭാഗവും നമ്മൾ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യാണ്. ഈ ഭാഗവും നമ്മൾ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യാണ്. അപ്പോൾ ഞാൻ എഴുതി കമ്പയറിങ് P ഓഫ് മോഡ് എക്സ് മൈനസ് മ്യൂ ലെസ് താൻ ഓർ ഈക്വൽ ടു T സിഗ്മ വിത്ത് P ഓഫ് മോഡ് എക്സ് മൈനസ് 4 ലെസ് താൻ ഓർ ഈക്വൽ ടു 3. ഇതെവിടെ നിന്നാണ് കിട്ടിയത്? നമ്മുടെ ഇക്വേഷനുള്ളതാണ് അല്ലേ. ഈ ഇക്വേഷനുള്ളതാണ്. ഇത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. ഇത് രണ്ടും കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. മ്യൂ പറഞ്ഞാൽ 4 ആണ് നമുക്കറിയാം. ഇവിടെ T സിഗ്മ ഇവിടെ എന്താണ്? 3 ആണ്.
ടി സിഗ്മയ്ക്ക് പകരം ഇവിടെ എന്താ 3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടി സിഗ്മാസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. ടി സിഗ്മാസ് ഈക്വൽ ടു 3. അപ്പം സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 2. അപ്പം സിഗ്മയ്ക്ക് പകരം 2 കൊടുത്തു. അപ്പോൾ 2 ഇൻറ്റു ടി 2t ഈക്വൽ ടു 3 കിട്ടി. അപ്പോൾ ടി എന്ത് കിട്ടും? ഈ 2 അങ്ങോട്ട് പോയാൽ 3/2. ടി എന്താ കിട്ടുക? 3/2. അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് 3 എഴുതുക. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇതെന്താണ്? 3/2 അല്ലേ? ടി എന്ത് കിട്ടി? ടി എന്താ കിട്ടിയത്? 3/2. സംശയമല്ലല്ലോ. ടി എന്താണ്? 3/2. ഇനി നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ടീൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെ ഏക ഉദ്ദേശം. ഓക്കെ, നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ലീസ്റ്റ് വാല്യൂ അഥവാ ലോവർ ബൗണ്ട്. ലോവർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 - 1/t² ആണ്. ഇതാണ് ലോവർ ബൗണ്ട്. അപ്പോൾ ടി കിട്ടി. അപ്പോൾ ഞാൻ ലോവർ ബൗണ്ട് അല്ലെങ്കിൽ ലീസ്റ്റ് വാല്യൂ ഓഫ് പ്രോബബിലിറ്റി 1 - 1/t². 1 മൈനസ് ടി എന്താണ്? 3/2. 3/2² വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് 3/2² പറഞ്ഞാൽ 1/9/4. 1/9/4 എന്ന് പറഞ്ഞാൽ എന്താ വരിക? നേരെ തിരിച്ചാവില്ലേ? ഇത് സംശയമല്ലല്ലോ. റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെയല്ലേ നമ്മൾ ഡിവിഷൻ പഠിച്ചിട്ടുള്ളത്? അപ്പോൾ 1 - 4/9 ഈക്വൽ ടു എന്ത് കിട്ടും? 5/9. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലോവർ ബൗണ്ട് അഥവാ ലീസ്റ്റ് വാല്യൂ. വീഡിയോ പോസ് ചെയ്ത് വരെ എഴുതാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു.